ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗസ്റ്റ് ദ സോങ് ചലഞ്ച് ആണ്. അപ്പോൾ ഞങ്ങൾ ഗസ്റ്റ് സോങ് ചലഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ കാണിക്കുന്നില്ല. നമ്മൾ ആ സോങ്ങിന്റെ ഫസ്റ്റ് ഉള്ള ഒരു 10 സെക്കൻഡ് ആ ഒരു BGM ഉണ്ടല്ലോ, BGM അല്ല സ്റ്റാർട്ടിങ്, ആ ട്യൂൺ വയ്ക്കും. ആ ട്യൂൺ വെച്ചിട്ട് നമ്മൾ 10 സെക്കൻഡ് സോങ് ഐഡന്റിഫൈ ചെയ്യാം. അതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. അപ്പോൾ നമുക്ക് വീഡിയോ വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് പാട്ട് സിമോൾ നോക്കാം. ഏതോ വാർമുകിലിൽ കിനാവിലെ മുത്തായി നീ വന്നു. ഓക്കെ, തരും. അടുത്ത എൻ്റെ പാട്ട്, അടുത്ത സോങ് ആണ്. ഒന്നുകൂടി ഓക്കെ ഗായ്സ്, അപ്പോൾ പാട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു. പറയാതെ അറിയാതെ പാട്ടിന് രണ്ടുപേരും പാടണം കേട്ടോ, അല്ലെങ്കിൽ ഇരുവരെയും പാടണം. ഓക്കെ, അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോരെ. അടുത്ത സോങ് ഞാൻ ഓൾറെഡി പാട്ടൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് സെറ്റാക്കി. രാവണപ്രഭു. അറിയോ? അറിയാതെ അറിയാതെ ഈ പവിഴവാർ തിങ്കളറിയാതെ അമരാൻ വാ അലിയാൻ വാ ഈ പ്രണയകൽപ്പത്തിനമരാൻ. ഓക്കെ, അടുത്ത പാട്ട് ഞാൻ കൊടുക്കുകയാണ്, രണ്ടാമത്തെ സോങ്. ഓക്കെ, അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്തത് സിംബോളിന്റെ ഒരു പാട്ട്. പാട്ട് പ്ലേ ചെയ്യും. പാട്ട് വരിയിടല്ല ഗൈസ്. ഫസ്റ്റ് കിട്ടി, അതിൻ്റെ വരി കിട്ടുന്നില്ല. ബാക്കി പാട്ട് 3 4 5 വീരൽ തൊട്ട 7 8 9 10 ഗുജറാത്തി സംഭവം വരി കിട്ടുന്നില്ല. അടുത്ത എന്റെ വക ഞാൻ കൊടുക്കാം. ഞാൻ പകുതി വരെ എത്തിയിട്ടത് 2 ഗൈസ്. ഒന്നുകൂടി വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. നല്ല ഫേമസ് പാട്ടാണ്. ഒന്നുകൂടി കേട്ടോ കേട്ടോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് കേട്ടോ.
ഓക്കെ 1 നിങ്ങൾ പറ, എനിക്കറിയില്ല ഇനി എണ്ണ. ആള് തോറ്റിരിക്കുകയാണ്. പാട്ട് കേട്ടോളൂ. ഇത് ഞാൻ പറയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇങ്ങനത്തെ പാട്ടുകളൊന്നും അറിയില്ല. ഒരു ഫേമസ് പാട്ടാണ് ഞാൻ എടുത്തിട്ടോ. അപ്പൊ രണ്ടുപേരും 0. ഫേമസ് പാട്ട്. ഓക്കെ, നെക്സ്റ്റ് സോങ്ങിലേക്ക് ഇങ്ങനത്തെ പാട്ടുകളൊന്നും ഇഷ്ടമല്ല. പക്ഷെ നമ്മള് അടിപൊളി പാട്ടാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ പാട്ട്? രണ്ടുപേരും 2 തെറ്റ്, ഓരോരുത്തർ ഓരോ 0-0. അങ്ങനെ 2 ശരി. അപ്പൊ 2 സെയിം പോയിന്റ് കേട്ടോ. ഏത് പാട്ടാണ് ഗൈസ്? ഇത് ഞാൻ കേട്ടിട്ടില്ല. ഒന്നിനും പ്ലേ ചെയ്ത് നോക്കട്ടെ. ഫേമസ് പാട്ടാണ്, മമ്മൂട്ടിയുടെ സിനിമ. ഫേമസ് പാട്ടാണ്. ഇല്ല, ഞാൻ കേട്ടതിലേക്ക് ഓർക്കുന്നില്ല. പാട്ടിന്റെ അടുത്തെടുത്തില്ല. ഒരു കൊച്ചു ചെക്കന്റെ സിനിമ. മമ്മൂട്ടി, ശോഭന. കൊച്ചു ചെക്കൻ. കാഴ്ചയാണോ? ശോഭന. ഗൈസ്, ഇത്രയും ക്ലൂ കൊടുത്തിട്ടും ആ ഫേമസ് എനിക്ക് മനസ്സിലാവുന്നില്ല പാട്ട്. ശരി, തോറ്റിരിക്കുന്നു. കുറച്ചുകൂടി ഗൈസ്, അപ്പൊ അടുത്ത് ഞാൻ കൊടുക്കാം. എന്റെ ഇന്നും വന്നില്ല, എന്നോടൊന്നും ചൊല്ലില്ല. സിമ്പിൾ സാധനം. അനുരാഗം വീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും. അപ്പോ 3-2. ഞാൻ 2 ഉത്തരം പറഞ്ഞില്ല ഗൈസ്. ആള് 1 ഉത്തരം പറഞ്ഞില്ല. നമ്മളിപ്പോഴത്തെ സിമ്പിൾ സാധനങ്ങൾ എപ്പോഴും കൊടുക്കാറുള്ളൂ. അടുത്ത പാട്ടിലേക്ക് പോവാം. പൈശാഖസന്ധി ദൂരെ കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക. അല്ലേ? ഗായ്സ്, അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ദൂരെ കിഴക്കുതിക്കും. അതുവരെ എത്തിക്കേണ്ട, കേൾപ്പിക്കണ്ടായിരുന്നല്ലേ? അടുത്ത ഗൈസ്, നമ്മളൊരു ടഫ് കോമ്പറ്റീഷൻ കൊടുക്കാൻ പോവുകയാണ്. 1, 2, 3, 4. ഇനി 5ാമത്തെ പാട്ടല്ലേ? എനിക്ക് 3 പോയിന്റ്, 4 പോയിന്റ്. ബോഡിഗാർഡ് സിനിമക്കറിയാം. ആ പാട്ട് എനിക്കറിയാം. ആ പാട്ട്. ഗൈസ്, 5. അടുത്ത് 6ാമത്തെ പാട്ടല്ലേ? 6ാമത്തെ പാട്ടാണ്. തീർക്കും. ആര് ജയിക്കുമെന്ന് നോക്കാം. ഇപ്പോൾ 5-3. ഏതെങ്കിലും പാട്ടൊക്കെ എടുക്കാനെന്നെ കൈ തരിച്ചു അല്ലേ? അങ്ങനെ 4 പോയിന്റ്സ് കിട്ടിയിരിക്കുകയാണ്. ചിന്നി ചിന്നി മിന്നി തിളങ്ങണ വാലൊളിക്കണ്ണനക്ക് പൂവാരശി പൂത്ത കണക്കണി അഞ്ചുന്ന ചെലനക്ക് നടകണ്ട തെയ്യം മുടി അഴിക്കുന്നോ
നോക്ക് വെള്ളിക്കിണ്ണങ്ങ് തുള്ളിത്തുള്ളും ചേല്. അല്ല ഗായ്സ്, അപ്പോൾ ലാസ്റ്റ് പാട്ടാണ്. ലാസ്റ്റ് സോങ്ങിലേക്ക് കിടക്കുന്നു. അപ്പോൾ 5, 6 അടിപൊളി ഒരു സോങ് ആണ് ഞാൻ അടുത്ത് ഇടാൻ പോണത്. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട്. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ, കോരിരുൾക്കാവിന്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കോ നിന്നില്ലേ, ഞാൻ ഇന്നൊറ്റയ്ക്കോ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. 6-5 എന്ന നിലയിലാണ് ഇപ്പൊ നിക്കുന്നത്. എന്നാലും ഞാനാണ് ജയിച്ചിരിക്കുന്നത്. അടുത്ത സോങ് കളിക്കുമ്പോ അല്ല 5-5 അല്ലേ ഇപ്പൊ? കറക്റ്റ് 5-5 അല്ലേ വരിക? പറഞ്ഞില്ലേ? 2 എണ്ണം പറഞ്ഞില്ല ഞാൻ. ടാലിയാണ്. ആ മുറ്റത്തെ മുല്ലേ ചൊല്ല് വന്നേ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. ഫൈനൽ സോങ്. മുറ്റത്തെ മുല്ലേ ചൊല്ല് കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇപ്പൊ ഈ പരിപാടി നിങ്ങൾക്ക് വിജയിച്ചിരിക്കുന്നത് ഞാൻ 6 and 5. 5 മാർക്ക് കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ചലഞ്ചായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ്. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ബൈ. ബൈ.